ഞാൻ എന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നീ പറയണം തിരിച്ച്. അപ്പൊ ഞാൻ ചായ കുടിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇല്ലെന്ന് പറയണം. അങ്ങനത്തെ. നീ ഫുഡ് കഴിച്ചോ? എടീ ഇല്ലെന്ന് പറയണം. ഓപ്പോസിറ്റ്. നീ ഞാൻ ഫുഡ് കഴിച്ചില്ലെന്ന് പറയണം. മനസ്സിലായോ? അങ്ങനത്തെ. നീ ഫുഡ് കഴിച്ചോ? നീ മുതുക്കി പോയോ? പോയില്ല. നീ എന്റെ കാർ ഓടിച്ചായിരുന്നു? ഓടിച്ചില്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എനിക്ക് നീ ഇഷ്ടമല്ല. ചലഞ്ചേ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമാകാം. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പ്രോപ്പർ കിട്ടിയില്ല. ഓപ്പോസിറ്റ്. ചിലപ്പോ ഇഷ്ടമാകാം. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. എനിക്ക് കല്യാണമേ ഇഷ്ടമല്ല. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. എനിക്ക് കല്യാണമേ ഇഷ്ടമല്ല. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഓപ്പോസിറ്റ് എത്തിയില്ലേ ലോറ? ചാലഞ്ച് ഈസ് ചാലഞ്ച്. ചാലഞ്ച് ഈസ് ചാലഞ്ച്. എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്കിപ്പോ ഉടനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യമാണ്. എനിക്കിപ്പം അഗ്യ തോന്നുന്നില്ല. എനിക്കിപ്പോ ഹഗ് ചെയ്യാൻ തോന്നുന്നു. ഇനി എന്ത് ചോദിക്കും? പറഞ്ഞ ഇനി എന്ത് ചോദിക്കും? ഇനി എന്ത് ചോദിക്കും? ഇനി എന്ത് ചോദിക്കും? I hate you. I hate you too. അങ്ങനല്ല. ഹേറ്റിന്റെ ഓപ്പോസിറ്റ് എന്താ? Love. അപ്പൊ I hate you. I love me. അങ്ങനല്ല. I hate you. ഹേറ്റിന്റെ ഓപ്പോസിറ്റ്. ഹേറ്റ് അല്ല. ഞാൻ പറയുന്ന സെന്റൻസിന്റെ ഫുൾ ഓപ്പോസിറ്റ് ആണ്. I hate you. You love me. I hate you. ഐയുടെ ഓപ്പോസിറ്റ് എന്താ പറഞ്ഞ? I hate you. ഐയുടെ ഓപ്പോസിറ്റ് എന്താന്ന് പറ. അങ്ങനെ ഐ പറ്റത്തില്ല. അതിൽ ഐ എന്ന് പറഞ്ഞ വെർബൽ ഫേസ് അത് അങ്ങനെ ഓപ്പോസിറ്റ് ആക്കും. ഐക്ക് ഓപ്പോസിറ്റ് ഇല്ല. ഐക്ക് ഓപ്പോസിറ്റ് ഇല്ല. ഐക്ക് ഓപ്പോസിറ്റ് ഇല്ല. I hate you. I hate you. ഐയുടെ ഓപ്പോസിറ്റ് എന്താ? യു. നീ അല്ലേ? ഓക്കെ. Don't love you. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് ചലഞ്ച്? ഇത് ചലഞ്ച് അത് നല്ല ചലഞ്ച് അല്ലേ? അല്ല, ഈ ചലഞ്ചിന്റെ ഉദ്ദേശം എന്താന്ന് പറ. ഇപ്പൊ നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്തപോലെ എനിക്ക് ഫീൽ ചെയ്തത്. പറ്റിയ മുതല് ഇതിലും ഭേദം എന്റെ അച്ഛനെ കുറങ്ങനാക്കുന്ന. അതെന്താ അത്രയ്ക്ക് മോശമാണോ? അത് പറയേണ്ട കാര്യമുണ്ടോ? ഉറപ്പല്ലേ? ഉറപ്പല്ലേ ഞാൻ അത്രയ്ക്ക് മോശമല്ലേ? അല്ലേലും ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ ലുക്കിന്റെ പറയാനല്ലേ പോന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ കണ്ണാ, ഇങ്ങ നോക്ക്. വല്ല ഓള പാട്ടുമായിട്ട് ഞാൻ അടിച്ചാക്കൂലും കേട്ടോ. എനിക്ക് കേക്കുന്നില്ല. കേക്കുന്നുണ്ടാ? കേക്കുന്നുണ്ടോന്ന്? ഈ സിറ്റിയിലെ ബെസ്റ്റ് കപ്പിൾസ് ആരാ നിന്റെ അഭിപ്രായത്തില്? ഞാൻ ഇതുവരെ കണ്ടത് ചന്ദ്രവാലിനെയാണ്. ഞാനും കണ്ടേക്കുന്നത് അതാണ്. അവരെന്തുകൊണ്ടാ ബെസ്റ്റ് ആയെന്നറിയോ? എന്തുകൊണ്ടാ? നിന്റെ കാഴ്ചപ്പാട് പറ. അവരിത്ര നാളും ഒരുമിച്ചുണ്ടായിട്ട് അത് തന്നെ. വേറെ എത്രയോ പെണ്ണുങ്ങൾ ഈ സിറ്റി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ചന്ദ്രവാലിനെ മാത്രം സ്നേഹിച്ചു? അവര് തമ്മിലുള്ള ബോണ്ട് എങ്ങനെയായിരുന്നു? അവര് തമ്മിലുള്ള ബോണ്ട് മാത്രല്ല, അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. നീ ഒരു കുഞ്ഞു പിള്ളേരെ പോലെയാ. ഒരു കുഞ്ഞു കൊച്ചില്ലേ, ഒരു
1ാം ക്ലാസ്സിലെ കുട്ടിയുടെ ക്യൂട്ട് ബേബി. ആ ആ ഒരു ബേബി പോലെയാണ് നീ. ആ കുഞ്ഞുപിള്ളയുടെ പ്രശ്നം എന്താ? എന്താ പറ, നീ പറ. കുഞ്ഞു പിള്ളേരെന്തോ പെട്ടെന്ന് കരയും, വഴക്ക് പിടിക്കും, തല്ലു പിടിക്കും, അങ്ങനെ. ദേഷ്യപ്പെടും. അത് മാത്രല്ല വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് കുഞ്ഞു കൊച്ചിന്. എന്തുവാ? അവർക്ക് ഈ നല്ലതെന്ന് തോന്നുന്ന ഭംഗി കൂടിയ സാധനങ്ങളാണ്, അപ്പൊ അവർക്കത് വേണം. അപ്പൊ നീ പറഞ്ഞ മൊത്തം പറയട്ടെ അവർക്കത് ഇഷ്ടം തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേറെ ഒരു നല്ല കളിപ്പാട്ടം കിട്ടി കഴിയുമ്പോ അവർക്കത് ഇത് വേണം. അപ്പൊ നീ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഇപ്പൊ ഞാൻ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരാള് കളിപ്പാട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അയാളോടെ പോകാനാണോ? ശരിയടി, ഞാനടി എന്നെ അന്നൊന്ന് വാസണം പഠിപ്പിച്ചിട്ടുള്ളതേ ഒരു പെണ്ണിന്റെ അടുത്ത് ലോയാലിറ്റിയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു കളിപ്പാട്ടം കാണുമ്പോഴത്തേക്ക് മറ്റേ കളിപ്പാട്ടത്തിന് ആകർഷണം എനിക്ക് വേണ്ട. എനിക്കൊക്കെ വാസണ്ണൻ എടി. പിന്നെ എന്റെ കൊച്ചു കാലഘട്ടത്തിൽ ഞാനൊക്കെ അനാഥാലയത്തിൽ വന്നയാ. ഞങ്ങൾക്കൊക്കെ ഒരു കളിപ്പാട്ടം കിട്ടിയാൽ തന്നെ അതൊരു 10 വർഷത്തേക്ക് ഞങ്ങൾക്ക് ഒരു സ്വർണം കിട്ടിയാണ്. ഒരു സ്വർണം കിട്ടിയാണ്. എല്ലാ പിള്ളേരും ഒരേ രീതിയിലല്ല വളർന്നത്. എന്നിട്ട് നിന്റെ 5 ഗേൾഫ്രണ്ട് എന്താ നീ തേച്ചിട്ട് പോയേ? പറ. എന്ത്? നീ എന്തിനാ നിന്റെ 5 ഗേൾഫ്രണ്ട്സിനെ നീ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയേ? അവർക്ക് എന്നെ വേണ്ടായിരുന്നു. എന്നെ എല്ലാം ഇട്ടേച്ചു പോയി. എന്റെ ലോസ്റ്റ് ടൈമിൽ എല്ലാരും ഇട്ടേച്ചു പോയി. നിന്നെ ഇട്ടിട്ട് പോയതാണോ? നീ ഇട്ടിട്ട് പോയതാണോ? അല്ല, അവരിട്ടിട്ട് പോയതാ. അന്ന് കേക്കട്ടെ, നിന്റെ 5 ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നല്ലേ? 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ച് എന്തിനാ നീ ബ്രേക്കപ്പ് ആക്കിയേ? അതിനകത്ത് പ്രേമമായിട്ടില്ല ബ്രേക്കപ്പ് ആക്കാ. തമാശക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആൾക്കാർ പറയുന്നതാ. എന്ത് ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്ന? അതിന് ഫ്ലേർട്ട് ചെയ്ത് നടന്നിട്ടില്ല ഞാൻ. പിന്നെ നിനക്ക് കാമുകയുണ്ട് എന്നാ? 1 മണിക്കൂറായിരുന്നു ഒരു കാമുകയുടെ ഇത്. എന്താ 2 ദിവസം 3 ദിവസം അതൊക്കെ അപ്പൊ എന്തായിരുന്നു? അന്നൊന്നും എന്താ കളിപ്പാട്ടം നല്ലതാണോ എന്താ നോക്കാൻ? അതൊക്കെ തമാശക്കായിരുന്നെന്ന്. അതിന് അവർക്കും പ്രേമം തോന്നിട്ടില്ല, എനിക്കും പ്രേമം. അത് രണ്ടുപേരും ഹേർട്ട് ആവുന്നില്ല അവിടെ. ഓക്കെ, നിന്റെ ഹെയർ ടയർ റിലേഷൻഷിപ്പ് എങ്ങനെയാ ബ്രേക്കപ്പ് ആയേ? എനിക്ക് അതെന്ന് പറഞ്ഞു ഞാൻ സാൻവി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവളെ ഞാൻ ഇല്ലാത്ത താജ്മഹൽ ആകാശത്തിന് മണ്ടയ്ക്ക് ഹലോ അപ്പൊ സാൻവിയാരാ? സാൻവിനെ അറിഞ്ഞൂടാ? ഇല്ല, ആരാത്? അത് താജ്മഹലിൽ കൊണ്ട് പ്രപ്പോസ് ചെയ്തായ. താജ്മഹലില് ആര്? ഞാൻ താജ്മഹൽ സിറ്റിയിലെ. അപ്പൊ ക്യാറ്റിയോ എത്രാമത്തെയോ? ക്യാറ്റി കഴിഞ്ഞിട്ടുള്ളതാണ് സാൻവി. ക്യാറ്റിക്ക് മുന്നേ റോസി. അതിനു മുന്നേ ആരുമില്ല. എന്നിട്ട് സാൻവിയുടെ കാര്യം എന്നോട് പറയാത്തെ? സാൻവിയുടെ ഞാൻ മറന്നുപോയതാ പറയാൻ. അപ്പൊ ഇപ്പൊ എങ്ങനെ നീ ഓർത്തേ? അത് പെട്ടെന്ന് 5 എന്നൊക്കെ പറയുമ്പോ ഇത് തികയ്ക്കാൻ വേണ്ടിട്ട് ഒന്ന് ആഡ് ചെയ്താ ഞാൻ പറഞ്ഞു. വിട്ടുപോയതേ. റോസിയുടെ കാര്യം എന്നോട് പറയാത്തെ? റോസി അത് വിട്ടുപോയതാ. വിട്ടുപോയ എത്രയാണോ ഇനി ഉണ്ട്? ഒന്നൊന്ന് ആലോചിക്കട്ടെ. കാറ്റി, സാൻവി, ടെറീറ്റ, റോസി, പിന്നെ ആരായിരുന്നു? പിന്നെ ഇത് 3 സീരിയസ് ആയിട്ട്. നീ തിരിച്ച് എന്നോടും ജയിച്ചേ. പിന്നെ നിനക്ക് എത്ര റിലേഷൻ ഉണ്ടായിരുന്നു? ഒരെണ്ണം. അത് കഴിവേട്. അപ്പൊ ഇത് കഴപ്പ്. ഇത് കിഴപ്പല്ല, ഇതൊക്കെ എന്നെ തേച്ചിട്ട് പോയതാ. പിന്നെ എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടാ? പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നല്ലേ? അതൊക്കെ ഓക്കെ. സാൻവിയുടെ കേസ് പറ. ഹേർട്ടായ ഒരു ഇതല്ലേ? അത് അവളെന്ന് വെച്ച് കഴിഞ്ഞാല് അവള് ഏതോ ഇപ്പൊ സുൽത്താനെ കണ്ടെന്ന് പറഞ്ഞ അവന്റെ കൂടെ അങ്ങ് പോയി. ആദ്യം അവന്റെ കൂടെ പോയി ഒളിച്ചോടി. അത് ഞാൻ പിന്നെ അറിയുന്നത് നമ്മുടെ ഗ്യാങ്ങിലെ കെവിൻ ഉണ്ടായിരുന്നു. കെവിൻ, ഇപ്പോഴത്തെ കെവിനെ അറിയത്തില്ലേ? അവൻ ആ സമയത്ത് R34 വേറെ ഗ്യാങ്ങിലായിരുന്നു. അവന്റെ കൂടെ ഒളിച്ചോടി പോയി. ഞാൻ ഇല്ലാത്ത സമയത്ത് അവന്റെ കൂടെ ബൈക്കിൽ കറക്കുമായി. അത് കഴിഞ്ഞ് പിന്നെ
പിന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ വിധിയുടെ പിള്ളേർ. പിന്നെ ഞാൻ പിന്നെ അതിന് എന്നിട്ട് ഞാൻ എന്നെ സ്നേഹിച്ചോണ്ടിരിക്കണോ? ആ കുട്ടിയോട് നീ ചോദിച്ചിട്ടുണ്ടോ കെവിന് ഇഷ്ടമായിരുന്നോന്ന്? ആ ചോദിച്ചിട്ടുണ്ട്. ബൈക്ക് കറങ്ങേന്റെ പേരിലല്ലേ നീ ഇട്ടിട്ട് പോയേ? അല്ല, അവര് തമ്മി കറക്കം ഉണ്ടായിരുന്ന, എല്ലായിടം പോവായിരുന്നു, അവര് തമ്മി കെട്ടിപ്പിടിക്കുമായിരുന്നു. ആ അങ്ങനെ. അപ്പൊ റോസി എങ്ങനെയാ ബ്രേക്കപ്പ് ആയേ? റോസി ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാ, അത് റോസിനെ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് യൂറോപ്പിൽ പഠിക്കാൻ വിട്ടു. തിരിച്ചു വന്നപ്പം അവള് മറ്റേ സ്റ്റുഡൻസ് വിസയിലാണ് പോയത്. തിരിച്ചു വന്നപ്പോ ഫാമിലി വിസയിലാണ് വന്നത്, വിത്ത് ട്രോഫി. വൈറ്റിലായിരുന്നു അത്. നേരത്തെ എന്താ ഒരു ലവർ ഉണ്ടായിരുന്നപ്പോ ഓളെന്ന് പറഞ്ഞപ്പോ എന്നോട് ഡയലോഗ് പറഞ്ഞില്ലേ? എന്താണ് ഒരു ലവർ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഒരു ഡയലോഗ് പറഞ്ഞില്ലേ? അതെന്താ ഒന്നുകൂടെ പറഞ്ഞേ? ഒരു ലവർ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒരു ലവർ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ എന്ത് ഡയലോഗ്? കഴിവില്ലാന്ന് അങ്ങനെ എന്തൊരു ഡയലോഗ് പറഞ്ഞില്ല. വായിന്ന് കേട്ട് ഒന്നുകൂടെ കേൾക്കണമെന്നുണ്ട്. കഴിവില്ലാത്തോണ്ട്. ഇതാണ് എനിക്ക് ഇപ്പൊ മനസ്സിൽ ഓർമ്മ വന്നേ ഫാമിലി വിസയുടെ കാര്യം പറഞ്ഞപ്പോ. പോയാ പക്ഷെ നീ നേരത്തെ പറഞ്ഞ സ്റ്റോറി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ലോറ. എന്ത് സ്റ്റോറി? ഞാൻ പറയട്ടെ, ഈ സിറ്റിയിൽ ഓരോരുത്തർ വളർന്ന് വന്ന സാഹചര്യമൊക്കെ ഭയങ്കര മോശമാണ്. ഞാനൊക്കെ വളർന്ന സാഹചര്യം പറഞ്ഞു എങ്ങനെ ബ്രേക്കപ്പ് ആയേ? അത് കേട്ടില്ല, അതുകൂടെ കേക്കട്ടെ. നീ അല്ലല്ലോ കാറ്റി ബ്രേക്കപ്പ് ആയെന്ന് വെച്ചാല് അവള് ശരി വെഗിളി അതുകൊണ്ട് ബ്രേക്കപ്പ് ആക്കി. വെഗിളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പൂച്ചയുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു തരും. രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ശബ്ദം, ഡോറൊക്കെ തുറന്നു. സർപ്രൈസ്. ഞാൻ ഉറങ്ങുമ്പോ എവിടെ അവള് വരും? ഗാംഗോസിന്റെ കാറിൽ കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും വരുന്നത്. പിന്നല്ലേ എവിടെ കിടന്നുറങ്ങാനാ? ഓ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കും. ഇടയ്ക്ക് എന്റെ ഡ്രസ് എടുത്തിട്ടും ശല്യമായിരുന്നു. പിന്നെ അതിനാണെങ്കിൽ മനസ്സിലായോ, ഈ സീസണിൽ പോവായിരുന്നു. ഇടയ്ക്ക് എന്നോട് പ്രേമം തോന്നുന്നു, ഇടയ്ക്ക് പ്രേമം തോന്നത്തില്ല, ഇടയ്ക്ക് പ്രേമം തോന്നുന്നു, ഇടയ്ക്ക് പ്രേമം തോന്നത്തില്ല. അതൊക്കെയാണ്. ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ ആ ഒരു പെണ്ണിന്റെ സിറ്റുവേഷൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് നീ ചോദിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കേഴപ്പ്. പിന്നെ ഇതൊക്കെ ഒരു സിറ്റുവേഷൻ എന്ന് പറയാ എന്താണിത്? ഒരു മര്യാദ വേണ്ട എല്ലാത്തിനും. ഇല്ലില്ല, ഞാൻ ആരും തിരിച്ചിട്ടില്ല ഇന്ന് വരെ. ഞാൻ ഒരു പെണ്ണിനെ ചുമ്മാ വെക്കുമായിരുന്നല്ലോ. അവള് വിഷമിച്ചില്ലായിരിക്കും. ഇല്ല, അവള് വിഷമിച്ചില്ല, ഞാനാ വിഷമിച്ചതിലും. അവള് പറഞ്ഞ ആൾക്ക് വിഷമില്ലാന്ന് പറഞ്ഞു. ബ്രേക്കപ്പ് ആവാനായിട്ട് കാറ്റിയായിട്ട് സെറ്റ് ആയില്ലല്ലോ. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്ക്. അത് ശരിയാ, ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്നത്. കാറ്റിയായിട്ട് സെറ്റ് ആയിട്ടില്ല. കാറ്റിയായിട്ട് വഴക്കൊക്കെ ആയിരുന്നു, അങ്ങനെ സെറ്റ് ആയിട്ടില്ല. ശരിയാ, ശരിക്കും സെറ്റ് ആയെന്ന് പറഞ്ഞാൽ ഒന്ന് സാൻവിറ്ററിറ്റേം, ഒന്ന് മറ്റേ ഇത് എന്തായാലും അവളുടെ പേരെന്താ, റോസി. പോകുമ്പോ ടാറ്റയൊക്കെ പറഞ്ഞ് മറ്റേ 2 കൺട്രീസ് സിനിമയെ പോലെ പോയത്. മറ്റേ നിന്റെ മൺപാത ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നീ അവസാനം ചവിട്ടി പോയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഫ്രോക്ക് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാ. തിരിച്ചു വന്നപ്പോ ആള് പൊര നിറഞ്ഞ വന്നത്. ഇത് ഒരു കുട്ടി കയ്യില് ഒരെണ്ണം വയറ്റില് വരുന്നത്, അങ്ങനെയായിരുന്നു വന്നത്. പോകുമ്പോഴൊരു ഫാമിലി പാക്കേജ് ഒക്കെ എടുക്കാൻ മേലായിരുന്നു. അപ്പൊ പിന്നെ ഈ വിഷമം വരത്തില്ലായിരുന്നു. അല്ല, ചേച്ചി എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്ന് പറഞ്ഞു കേക്കട്ടെ. ഞാൻ ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞാ എന്റെ എക്സ് ആളുടെ കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പൊ ഒഴിവാക്കി ഇതിനെ അങ്ങനെ പറ. അങ്ങനെയല്ല, അത് ഞങ്ങള് രണ്ടുപേരും കൂടെ തീരുമാനിച്ചെടുത്താണല്ലോ. ഒഴിവാക്കിയെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. മനസ്സിലായി. ഒഴിവാക്കി. ശരിക്കും പറയാനുള്ളത് ലോറ, ഈ സിറ്റിയിലെ എല്ലാ പിള്ളേരും ഒരേ രീതിയിലല്ല വളർന്നു വന്നത്. ഞാനൊക്കെ ഇച്ചിരി കഷ്ടപ്പെട്ട്, ഞങ്ങള് ടിവിയിലുള്ള മിക്കവരും അനാഥരാണ്. ഞങ്ങൾ ഇച്ചിരി കഷ്ടപ്പെട്ടാ വളർന്നു വന്നത്. ഞങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പോ ഈ വർഷത്തില് ഗൾഫുകാരായിട്ടുള്ള ആൾക്കാര് നമ്മുടെ അനാഥാലയത്തിൽ വിസിറ്റ് ചെയ്യാൻ വരുമായിരുന്നേ.
അപ്പൊ ഇവര് 1 2 ചിലപ്പോ ഒരു 5 കളിപ്പാട്ടം മാക്സിമം കൊടുക്കും മൊത്തത്തിൽ അനാഥാലയത്തിന്. 5 കളിപ്പാട്ടം കൊടുത്തിട്ട് 5 കളിപ്പാട്ടം കൊടുത്തിട്ട് പറയും ഇത് ആർക്ക് വേണോ എടുത്തോളാൻ പറയും. ഞങ്ങളെല്ലാരോടും ഇത് മറ്റേ ആക്രാന്തം മൂത്ത് ഒരു കളിപ്പാട്ടം എടുക്കും. പക്ഷെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് അതൊരു അടുത്ത 5 വർഷത്തേക്ക് ആ കളിപ്പാട്ടം പൊന്നു പോലെ നമ്മൾ നോക്കും. മനസ്സിലായോ? അന്നെന്ന് പറഞ്ഞ കളിപ്പാട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന പിള്ളേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ. പക്ഷെ ഇന്നെനിക്ക് കാറുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. മനസ്സിലായോ? കാർ എന്റെ കയ്യിലുണ്ട്. കാറിന്റെ മെക്യൂനുണ്ട്. എനിക്ക് വീടെന്ന് പറഞ്ഞാൽ എന്റെ ടി വി ഗാംഗോസിന്റെ വീടാണ്. ഇന്നെനിക്ക് ഇല്ലാത്ത സൗഭാഗ്യങ്ങളല്ല. പക്ഷേ നമുക്ക് ഇന്ന് ഈ പൈസ ഉണ്ടായിട്ടും അന്ന് നമുക്ക് മേടിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങള് ഇപ്പൊ മേടിക്കാൻ പറ്റും. പക്ഷെ അന്നുണ്ടായിരുന്ന ആ ഒരു മെമ്മറീസും അതൊന്നും ഇപ്പൊ മേടിക്കാൻ കിട്ടത്തില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് എന്താന്ന് പറഞ്ഞൂടാ, 3 വർഷം കഴിഞ്ഞിട്ടും ഈ ലുക്കൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു ഒരു പെണ്ണും ഇങ്ങോട്ടൊന്നും പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ സീരിയസ് ആയിട്ടുള്ള പറ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പെണ്ണിനെ സിറ്റി പ്രപ്പോസ് ചെയ്തിട്ടില്ല. അണ്ടിൽ ഒരു പെണ്ണ് എന്നെ വന്ന് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നതാണ് വരെ. അതെന്തായാലും ഒരിക്കലും നടക്കൂലല്ലേ ലോറ? സത്യടാ, എങ്ങനെ നീ മനസ്സിലാക്കി? എന്റെ അച്ഛനും അമ്മയും എനിക്ക് 6 വയസ്സുള്ളപ്പോ മരിച്ചു പോയതാ. പിന്നെ എന്റെ ചേട്ടന്മാരെല്ലാരും നോക്കിയത്. എന്റെ ചേട്ടന് 22ാമത്തെ വയസ്സിൽ ഞാനും എന്റെ ചേട്ടനും തമ്മില് പിരിഞ്ഞതാ. പിന്നെ ഇപ്പോഴാണ് ഞങ്ങള് കണ്ടുമുട്ടുന്നത്. ഇങ്ങനെയല്ല, എന്നാലും എന്റെ ചേട്ടന്മാരൊക്കെ ഒരാളെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈം വരും. ആദ്യത്തെ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് എനിക്കറിയാലോ. എന്റെ വീട്ടുകാർക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ട് വീണ്ടും വിട്ടിറങ്ങിയാണ് ഞാൻ ആ റിലേഷൻഷിപ്പില്. അത്രയും കമ്മിറ്റ്മെന്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല, എന്റെ കൂടെ ഉണ്ടാവുന്നൊരു വാക്കില്. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ മൊത്തം പറയട്ടെ. ഇപ്പൊ നീ ആരോടും ഇഷ്ടമാണെന്ന് നീ അറിയില്ലാന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഞാനും ആരുടെയും പുറകെ പോകൂല. പക്ഷെ ഇങ്ങോട്ടൊന്നും വന്നാലോ, എന്നെ പ്രപ്പോസ് ചെയ്താ എനിക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പോകൂല, കൂടെ ഉണ്ടാവും. അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇനി ഞാൻ റിലേഷൻഷിപ്പിൽ പോത്തോളൂ. അത് ഞാൻ തീരുമാനിച്ചതാ, ഉറപ്പ്. അത് വെറുതെ ഒന്നല്ല. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു, കാരണം എനിക്ക് വീടില്ല. സ്റ്റോറിയൊക്കെ അല്ലേ അവിടെ. എന്താടാ പട്ടി? വൈഫൈ വിത്ത് നോ ഇന്റർനെറ്റ്, അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. എന്റെ അവസ്ഥ ഇപ്പൊ അതാണ്, വൈഫൈ വിത്ത് നോ ഇന്റർനെറ്റ്. അങ്ങനെ പക്ഷെ ഞാൻ പറയണത്, ഇന്ന് തന്നെ ഒരു പെണ്ണ് വന്ന് പ്രപ്പോസ് ചെയ്യാൻ ഞാൻ യെസ് പറയും. എന്താ പറ, നീ എഴുതി വെച്ചോ. ഉറപ്പാണോ? ആ, ഉറപ്പാ. ഒത്തിരി ലില്ലേ വിളിക്കട്ടെ? വേണ്ട, ദർശനക്ക് എന്തോ കാര്യം പറയാണ്ടെന്ന് പറഞ്ഞപ്പോ വിളിച്ചാണ് തന്നെ. ചിലപ്പോ ഞങ്ങൾ നിനക്കൊരു ജീവിതം കിട്ടിയാലോ? കിട്ടുവാണേ ബോഡി. നീ എന്താ കണ്ണാ, നീ ആരും പ്രപ്പോസ് ചെയ്യാനും തീരുമാനിച്ചേ? എടീ, ഞാൻ വിചാരിച്ചെന്നറിയാവോ, ഞാൻ ഇത്ര നാളും വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ടെ പെമ്പിള്ളാരൊക്കെ വീഴുന്നത്, അല്ലാതെ എന്നെ ആരും ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടൊന്നും വന്നിട്ടില്ല ഇത് ഇന്ന് വരെ. എന്നുവെച്ചാ എന്നെ ആരെങ്കിലും ഇങ്ങോട്ട് സ്നേഹിച്ച് വന്ന് പ്രപ്പോസ് ചെയ്യട്ടെ, അതിൻ്റെ ഒരു ആഗ്രഹം പോലെ. അതിന് ഇങ്ങോട്ട് വരുന്ന ആരാണോ വരുന്നത്, എന്താണ്, അവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അവിടെ നിന്ന് താരയായിട്ട് എന്തിനാ വഴക്കുണ്ടായേ? അത് വേറെ കേസ്.
അവളെ മറ്റേ ബ്രേക്കപ്പിന്റെ കേസ് എന്ന് പറഞ്ഞ കളിയാക്കി എന്ന് പറഞ്ഞു. എന്നിട്ട് അവളുടെ ട്രം കാർഡൊക്കെ എടുത്തിട്ട് പിന്നെ അത് പിന്നെ സീനൊന്നുമില്ല. അവൾക്ക് പെട്ടെന്ന് ട്രിഗറായി. ഓ അങ്ങനെ. അങ്ങനെ ബൈ. അന്നാന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് വന്നിട്ടുണ്ട്. നല്ല സൗണ്ട്. വേണ്ട വേണം. വേണ്ട. നീ വന്ന് സംസാരിച്ചു നോക്ക്. വേണ്ട വേണം. വേണ്ട. നീ പറയൂലെന്ന് ഉറപ്പാണോ? എന്ത്? അല്ല വേറെ ആരോട് ഇഷ്ടാന്ന് നീ പറയൂലെന്ന് ഉറപ്പാണോ? ഒന്നും പറയാൻ പറ്റൂല. എന്റെ ഇഷ്ടമാണ്. പക്ഷെ അന്നാന്ന് പറയുന്ന കൊച്ചേ നല്ല ക്യൂട്ട് വോയിസാ. സംസാരം അതുപോലെ. വേണ്ട. നീ ഡീന്ന് വിളിച്ചാ ഡാന്ന് വിളിച്ചോളൂടാ. എന്തോടെ വേണ്ടാത്ത? എനിക്ക് വേണ്ട. പെണ്ണും കിട്ടാണ്ട് മൂക്കിൽ പല്ലും വളച്ച് നീ നമ്മൾ തമ്മിലുള്ള പ്രോമിസ് ഉണ്ടല്ലോ. ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് നീ പ്രപ്പോസ് ചെയ്യല്ലോ. അപ്പൊ ഞാൻ ചെറുക്കനെ കണ്ടുപിടിക്കണ ലോറ, നിന്നെ ഒരു ചെറുക്കൻ വന്ന് ഇംപ്രസ് ചെയ്ത് പ്രപ്പോസ് ചെയ്യണം. നിനക്ക് നിന്റെ ഒരു മനസ്സിൽ ആഗ്രഹം കണ്ടെത്തില്ല. അത് എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞേ. നിന്നെയൊക്കെ പോലെ തന്നെ ഇരുന്നാ മതി. എന്നെ പോലെ എന്നുവെച്ചാ ഭയങ്കര കമ്പനി അതല്ലെന്ന്. എങ്ങനെ രീതി ഈ റെമോ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ അവൻ പ്രപ്പോസ് ചെയ്യുന്ന സീൻ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നടന്നു വരുമ്പോ ലൈറ്റ് ഒക്കെ കത്തി 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 അടുത്ത് വന്ന് അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഏയ് സെൽഫി എന്നൊക്കെ പറഞ്ഞ്. ഞാൻ സെൽഫി ഇല്ല, ബാക്ക് ക്യാമറ എന്നല്ല വിളിക്കാം. അങ്ങനെയല്ല വിളിക്കാം. അല്ല ഞാൻ പറഞ്ഞത് അല്ല. അങ്ങനെ എങ്ങനത്തെ രീതി പ്രപ്പോസ് ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. എങ്ങനെ പ്രപ്പോസ് ചെയ്താലും കൂടെ ഉണ്ടാവുന്ന ഒരു വിശ്വാസം തരണം ഇപ്പോഴും. അതല്ല എങ്ങനെയാലും പ്രപ്പോസ് ചെയ്യാൻ മതിയല്ലേ. ഇപ്പൊ ഞാൻ ഇവിടെ ഇന്നങ്ങ് പ്രപ്പോസ് ചെയ്യാ, അങ്ങനെയാണോ നീ അങ്ങ് ഇഷ്ടപ്പെടുവോ? എന്നെയോ? അല്ല പ്രപ്പോസ് ചെയ്യത്തില്ല. സപ്പോസ് 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 പക്ഷെ ഞാൻ റിപ്ലൈ കൊടുക്കുന്ന വേറെ രീതിയില. ഏത് രീതിയിൽ? അപ്പൊ ഒന്നും റിപ്ലൈ കൊടുക്കൂല. എന്താ? അപ്പൊ ഒന്നും റിപ്ലൈ കൊടുക്കൂലെന്ന്. അങ്ങനെ അപ്പൊ റിപ്ലൈ കൊടുക്കത്തില്ല? ഇല്ല ഇല്ല ഇല്ല. പിന്നെ എപ്പ റിപ്ലൈ കൊടുക്കും? ചേച്ചി എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുന്നത്? അത് ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുമ്പോ ഞാൻ നിന്നെ കൊണ്ട് കാണിക്കാം എങ്ങനെയാ റിപ്ലൈ കൊടുക്കുന്നതെന്ന്. അപ്പൊ ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന അപ്പൊ റിപ്ലൈ തരത്തില്ല നീ? ഇല്ല, തരത്തില്ല. കാരണം നിനക്കെന്നെ ഇഷ്ടമായിരുന്നോ? നിനക്കെന്നെ ഇഷ്ടമായിരുന്നോ? നിനക്കെന്നെ ഇഷ്ടാണോ? നിനക്കെന്നെ ഇഷ്ടമാണോ? നിനക്കെന്നെ അന്നേഞ്ചല്. എന്റെ പൊന്നെ, ആ കൊച്ചുമായിട്ട് വള്ളി ആയതാ. കസ്റ്റംസിൽ കിടന്ന് അടിയൊക്കെ ആയതാ. തെറിവിളിയൊക്കെ ആയതാ കൊച്ചുമായിട്ട്. ചുമ്മാ ഇരിക്കണേ. അതൊക്കെ പണ്ട്. പറ. ഏതെങ്കിലും പെണ്ണോട് നീ വഴക്കുണ്ടാകാതെ ഉണ്ടോ? നീ അതെന്നും വഴക്കാണല്ലോ. നീ ഉണ്ടാക്കാനൊന്നും ബാക്കിയില്ലല്ലോ. നിനക്കെന്നെ ഇഷ്ടമായിരുന്നോ? ഓണസ്റ്റ് ആയിട്ട് പറ. ഇല്ല, എനിക്ക് നിന്റെ ഓരോരോ പ്രവൃത്തിയിലും ഓരോരോ സംസാരത്തിലും അല്ലെങ്കിൽ ഇപ്പൊ പോലും നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഒരു തോന്നല് വന്ന്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അല്ല എനിക്കും അതുപോലെ നിന്റെ ഓരോ പ്രവൃത്തിയിലും സംസാരത്തിലും നിന്റെ ഓവർ കെയറിംഗിലും ഒക്കെ എനിക്ക് നിനക്കെന്നെ ഇഷ്ടമാണെന്നുള്ള തോന്നല് എനിക്കും വന്ന നേരത്തെ. എന്ത് പ്രവൃത്തിയിലാണ് നിനക്ക് അങ്ങനെ തോന്നി? എന്തായാലും എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. അപ്പൊ നിനക്കോ? പറ. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. എനിക്ക് എന്റെ ഫ്രണ്ടായിട്ടായിരുന്നു ഇഷ്ടം. എനിക്ക് നിന്നെ ആങ്ങളായിട്ടാ ഇഷ്ടം. എനിക്കങ്ങനെ സ്നേഹിക്കണമെന്ന് അങ്ങനെ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഫ്രണ്ട് അത് മതി. എനിക്ക് ബ്രദർ അത് മതി. ശരി എന്നാ പോട്ടെ. പോയിട്ട് വാ. ശരിക്കും നീ പറഞ്ഞാണ് എന്നെ ഇഷ്ടമുണ്ടെന്ന്? പറഞ്ഞേ, നീ ഫ്രണ്ട് ആയിട്ടല്ലേ ഇഷ്ടപ്പെടുന്നേ? അല്ല, ഞാൻ നിന്നെ ലവർ ആയിട്ട്, ഫ്യൂച്ചർ വൈഫായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലല്ലോ. എന്തായാലും കാരണം ഞാൻ തീരുമാനിച്ചു. അപ്പൊ നിന്റെ എന്റെ പേരിൽ നല്ല ചീത്തപ്പേരുണ്ട്. നീ എന്റെ കാമുകനാണോ അല്ലയോ എന്ന് എല്ലാരും ചോദിക്കാൻ തുടങ്ങി. എന്തായാലും ഞാൻ ഒരു റിലേഷൻഷിപ്പില് പോകാൻ തീരുമാനിച്ചു. ഞാനും തീരുമാനിച്ചു. ബാക്കിയൊക്കെ പിന്നെ. ശരി.
ശരി. I hate you. I hate you too. I love you. I love you too. As a friend. As a brother. Brother. Oh, friend. പറ. Brother. ഫ്രണ്ട് പറ. 2 ദിവസത്തില് ഞാൻ ഒരുത്തന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. കറക്റ്റ് ഡേറ്റ് പറ. കറക്റ്റ് ഡേറ്റ് അല്ലേ? ഇന്ന് 17-ാം തീയതി. 20-ാം തീയതി കൂട്ടിക്കോ. 20-ാം തീയതി പ്രപ്പോസ് ചെയ്യും ഒരുത്തനെ. 20-ാം തീയതി ഞാൻ ഒരുത്തനെ പ്രപ്പോസ് ചെയ്യും. ഞാൻ 20-ാം തീയതി ഒരുത്തിയെ പ്രപ്പോസ് ചെയ്യും. ഓക്കേ. അതും ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിന്റെ അവിടെ വെച്ചാണ് പ്രപ്പോസ്. നിന്റെ ഞാൻ പൊട്ടാത്ത ഒരു പാലത്ത് വെച്ചായിരിക്കും പ്രപ്പോസ് ചെയ്യുന്നത്. എന്നാ കല്യാണം കഴിഞ്ഞിട്ട് അതൊരു കാറിൽ എങ്ങനെ പോകുമ്പോ കാണാം. കാണാം. ശരി ബ്രദർ. എട്ടത്തമ്മയുടെ അന്വേഷണം പറയണം. ഓ ശരി ചേച്ചോ. ബൈ.